പെൺകുട്ടി മെഡിസിൻ ബോട്ടിലിന് മുകളിൽ ഒട്ടിച്ചിരിക്കുന്ന പേപ്പർ ഇളക്കി മാറ്റുന്നു. അതിനിടയിൽ വേറൊരു സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നു. ആ സ്റ്റിക്കറാണ് ഒറിജിനൽ. അതിൽ ഇവളുടെ അമ്മയുടെ പേരെഴുതിയിരിക്കുന്നു. അത് കണ്ടവൾ ഷോക്കാവുന്നു. കാരണം കുഞ്ഞുനാൾ മുതലേ ഇവൾക്ക് നടക്കാൻ കഴിയാത്തത് കൊണ്ട് ഈ ടാബ്ലറ്റ് ആണ് 18 വർഷമായി അമ്മ ഇവൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാലും അവൾ അതിനെപ്പറ്റി അമ്മയോടൊരു വാക്കുപോലും ചോദിക്കുന്നില്ല. എപ്പോഴത്തെയും പോലെ അമ്മ ടാബ്ലറ്റ് കൊടുത്തതും അത് കഴിക്കുന്നു. പക്ഷെ അമ്മ പോയതും അവൾ അത് തുപ്പിക്കളയുന്നു. ഇപ്പോൾ ഇവൾക്ക് ഇത് എന്ത് ടാബ്ലറ്റ് ആണ്, എന്ത് രോഗത്തിനാണ് കഴിക്കുന്നതെന്ന് അറിയണം. അമ്മയുടെ സഹായമില്ലാതെ അവൾക്ക് പുറത്തു പോകാനും കഴിയില്ല. രാത്രി അമ്മ ഉറങ്ങാൻ പോയതും താഴേക്ക് വന്ന് നെറ്റിൽ ഈ ടാബ്ലറ്റിനെ പറ്റി സെർച്ച് ചെയ്യുന്നു. പക്ഷെ നെറ്റ് കണക്ഷൻ ഇല്ല. ഇതെല്ലാം ഇവൾ അറിയാതെ അമ്മ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം അമ്മ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നതും അവരറിയാതെ ബാഗ് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് ആ ടാബ്ലറ്റ് ഇരിക്കുന്നു. ഉടനെ ആ മെഡിക്കൽ സ്റ്റോറിലേക്ക് ഫോൺ ചെയ്ത് ചോദിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ആ മെഡിക്കൽ സ്റ്റോറിലുള്ളത് അമ്മയുടെ ഫ്രണ്ട് ആണെന്ന് അറിഞ്ഞതും കോൾ കട്ട് ചെയ്യുന്നു. അമ്മയ്ക്ക് അവളെ സംശയം തോന്നാതിരിക്കുന്നതിനായി എപ്പോഴും ഹാപ്പി ആയിരിക്കുന്നത് പോലെ അഭിനയിക്കുന്നു. അവൾ അമ്മയോട് സിനിമയ്ക്ക് പോകാമോ എന്ന് ചോദിക്കുന്നു. അമ്മ അവളെ സിനിമയ്ക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അപ്പോൾ അവൾ തിയേറ്ററിനടുത്തുള്ള ഒരു മെഡിക്കൽ സ്റ്റോർ കാണുന്നു. ഇന്റർവെൽ ആയതും ടോയ്ലറ്റിലേക്ക് പോകാനെന്ന് പറഞ്ഞ് ആ മെഡിക്കൽ സ്റ്റോറിലേക്ക് പോകുന്നു. അവിടെ പോയി അവൾ കൊണ്ടുവന്ന ടാബ്ലറ്റ് കൊടുത്ത് ഇത് എന്തിനു കഴിക്കുന്നതാണെന്ന് ചോദിക്കുന്നു. അവർ എന്തിനാണെന്ന് പറഞ്ഞതും അവൾ ഷോക്കാവുന്നു. കാരണം ആ ടാബ്ലറ്റ് മൃഗങ്ങൾക്ക് കൊടുക്കുന്നതാണ്. അത് കഴിച്ചാൽ മനുഷ്യർക്ക് നടക്കാൻ കഴിയാതാവുമെന്ന് പറയുന്നു. പക്ഷെ അതിനുള്ളിൽ അമ്മ അവളെ കണ്ടുപിടിച്ച് ഇവിടേക്ക് വരുന്നു.